Good morning and welcome back to my YouTube channel Arya Tamil Please Vlog. ഓക്കെ, അപ്പോൾ അതിരാവിലെയാണ് കേട്ടോ. നേരം വെളുത്തിട്ട് പോലുമില്ല. സമയം ഇപ്പോൾ 4:30 ആയിട്ടേ ഉള്ളൂ. ഞാനപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു, കുളി കഴിഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ റിഹേഴ്സൽ ഡേ എല്ലാവരും കണ്ടു എന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രോഗ്രാം ഇന്നാണ് വരുന്നത് കേട്ടോ. ഇന്ന് രാത്രി, അതായത് ഒരു വൈകിട്ട് 6:30-ക്കാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മുതൽ അങ്ങോട്ട് വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എണീറ്റു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ അമ്പലത്തിൽ പോകണം, അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇൻട്രോ പറഞ്ഞിട്ട് റെഡി ആവാമെന്ന്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റിഹേഴ്സൽ ഡേ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണണം, എന്നിട്ട് പ്രോഗ്രാം ഡേ വ്ളോഗ് കാണണം കേട്ടോ. ഇന്ന് എല്ലാം കവർ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ സത്യത്തിൽ അങ്ങനെ ആരും ഇല്ല. നോക്കട്ടെ, അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ എല്ലാം പാടുന്നതായാലൊക്കെ ഞാൻ എടുക്കും കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് റിഹേഴ്സലിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരിക, ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ടെൻഷൻ എന്നൊക്കെ. അപ്പം ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടുമെങ്കിൽ ഓർക്കസ്ട്ര വെച്ചിട്ട് അല്ലെങ്കിൽ പക്കമേളം വെച്ചിട്ട് പാട്ട് പാടിയതൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ പറയാം. ഇല്ല എന്ന് പറയണില്ല, പാടിയിട്ടില്ല എന്നല്ല, എന്നാലും ഇത്രയും കേമായിട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിൽ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വ്ളോഗ് എല്ലാവരും കാണണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ റെഡി ആവട്ടെ ആദ്യം, എന്നിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ടാണ് സൗണ്ട് ശരിയല്ല, ഭയങ്കര ഒരു എന്താ പറയുക, തുറന്നിട്ടില്ല തൊണ്ട മൊത്തം. അറിയാലോ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ നല്ല വോയിസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇനി പോട്ടെ. മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ഇനി പോട്ടെ കേട്ടോ. വാതിലൊക്കെ തുറന്ന്, അച്ഛനും അമ്മയൊക്കെ ഉറക്കാണ്. അപ്പോൾ പതുക്കെ വാതിലൊക്കെ തുറന്ന് പതുക്കെ വേണം പോവാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആരും പേടിക്കേണ്ട, ലൈറ്റ് ഓഫ് ചെയ്തതാ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. ഓക്കെ, വണ്ടിയിൽ കയറട്ടെ ഗൈസ്. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എന്താ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്, വെളുപ്പാങ്കാലമായുണ്ട്. അപ്പം ഞാൻ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ കൂടെ ഇതാ വിക്രമാദിത്യനും വേതാളവും കൂടെ ഞാനും രാജി ചേച്ചിയും കൂടിയിട്ടാണ് പോയേക്കണത്. അപ്പോൾ ഇതാ ഗുരുവായൂർ അമ്പലം നടയിൽ ഇതാ ഇങ്ങനെ ഒരു മൂൺ ഇങ്ങനെ കണ്ടു, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ എനിക്ക് ഇതുവരെ കദളിപ്പഴമൊക്കെ തന്നിട്ടുണ്ട്, ഒരു ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ചെത്തി നേരെ അടുക്കളയിൽ കയറി. അപ്പോൾ യദുവേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്റ്റ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ല ചൂട് സ്റ്റ്യൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കരണ്ടും പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് വെളുപ്പാങ്കാലം ആയതുകൊണ്ട് കുറച്ച് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാ കരണ്ടും പോയി. അപ്പോൾ ഞാൻ എന്താ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. യദുവേട്ടന് ദോശ സ്റ്റ്യൂ, പിന്നെ അപ്പം സ്റ്റ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ദോശയും സ്റ്റ്യൂവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ നല്ല നൈസായിട്ട് ദോശ പരത്താനൊക്കെ നോക്കി, പക്ഷേ അത് പാളിപ്പോയി. കാരണം എൻ്റെ മറ്റേ കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ സ്റ്റവിൽ നല്ല സ്റ്റ്യൂവും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അപ്പോൾ അത് ആയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി തിളച്ചോട്ടേന്ന് വിചാരിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ദോശയൊക്കെ മറിച്ചിട്ടിട്ട്, അപ്പോൾ ഫസ്റ്റ് ദോശ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ യദുവേട്ടൻ്റെ ടിഫിൻ ബോക്സാണ് ഇത്. അപ്പോൾ അതിലാണ് ഞാൻ ഫസ്റ്റ് ദോശ ഇട്ടു കേട്ടോ. ഇനി ഒരു 3-4 കൂടി ചുട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റൂ യദുവേട്ടൻ്റെ ബോക്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ കൊണ്ടുപോകാനൊരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതിൽ സ്റ്റൂ ആക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ യദുവേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലത്തെ എല്ലാം പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ മൂടാമ്പാടി അമ്പലത്തിൽ കളഭമാണ്, ഇന്ന് കളഭം ആടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ.
അപ്പം ഞാൻ രാവിലെ വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞു. ഒന്നും കൂടി വീണ്ടും ഒന്ന് സെയിം ഡ്രസ്സ് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി ഡ്രസ്സൊക്കെ ചെയ്ത് ഇപ്പോൾ ഇതാ മുടമ്പാടി പോകാൻ നിൽക്കുകയാണ്. ഇന്ന് കളഭ മഹോത്സവം, മഹോത്സവം അല്ല, കളഭാടൽ. അപ്പോൾ അതിന് അമ്മ അച്ഛനൊക്കെ നേരത്തെ പോയി. അപ്പം ഞാനിതിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. വാതിലൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. നല്ല വെയിലാണ് കേട്ടോ. ഈശ്വര നോക്കിക്കോളൂ, എന്തൊരു വെയിലാണ്. നല്ല വെയിലാണ് ഗൈസ്, ഒട്ടുക്കാത്ത വെയിൽ. ഈശ്വര ഞാൻ വാതിൽ പൂട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കളഭത്തിന് പോട്ടെ. ഇനിയിപ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ. നല്ല തിരക്കുണ്ടെങ്കിൽ എനിക്കങ്ങ് എടുക്കാനൊക്കെ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനി റെഡി ആയിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ പ്രോഗ്രാം ഡേ ആണ്. അപ്പോൾ ഞാൻ എന്താ റെഡിയായി. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആകെ ഒരു ടെൻഷനാണ് എനിക്ക്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തില്ല. ഇത് ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, സെറ്റുമുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതാ അമ്പലത്തിൽ പോവാണ്. അവരെല്ലാവരും എത്താറായിട്ടുണ്ട്, സാറുമാരും പിന്നെ ടീച്ചറൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പക്കമേളം സാറുമാരും പിന്നെ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഇല്ലത്താണ് കേട്ടോ, പുതുമനയിലേക്കാണ് ഇപ്പോൾ വന്നേക്കണം, അവിടെയാണ്. അപ്പോൾ ഞങ്ങളിതാ ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചായയും പിന്നെ പഴംപൊരി, പരിപ്പുവട അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ കൊടുക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എല്ലാവർക്കും ചായ. അപ്പോൾ ഇത് മധുരമൊക്കെ ഇടണം ഇനി. ചിലർ ഇപ്പോൾ ഇതിൽ വയലിൻ സാറിന് ഇച്ചിരി ഷുഗർ ഉള്ളതുകൊണ്ട് സാറിന് വിത്തൗട്ടാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് മാത്രമേ നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് ടീച്ചറും ഹസ്ബൻഡും ആണ് കേട്ടോ, നമ്മുടെ അനിത ടീച്ചറും പിന്നെ രാധേഷ് സാറും ആണിത്. അപ്പോൾ അവർക്ക് ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അവരും വരും. ഇനി 3 സാറുമാരും കൂടിയും വരാനുണ്ട്. അപ്പോൾ അവർക്കും കൂടിയുള്ള ചായയൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പഴംപൊരിയും, നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് പരിപ്പുവടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ഒപ്പം പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവർക്ക് ദക്ഷിണ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങണത്. എല്ലാ കാര്യത്തിനും നമ്മൾക്കൊരു ഗുരുത്വം ഉണ്ടാവുന്ന നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ ഇവർക്ക് ദക്ഷിണ വെച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങാം. ആദ്യത്തെ ഒരു വേദിയാണ് ഇവരുടെ കൂടെ. ഇനി അങ്ങോട്ട് നല്ല വേദികൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇവരെല്ലാവരും അത്ര സപ്പോർട്ടീവാണ് കേട്ടോ എനിക്ക്. നമ്മൾ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാവണ വരെ പാടിപ്പിക്കും. പിന്നെ നല്ല എൻകറേജ്മെൻറ്റാണ്. എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കും, എല്ലാ സാറുമാരും. ഇത് ബിനു സാറാണ് കേട്ടോ വയലിൻ. അപ്പോൾ ഈ സാറാണെങ്കിലും അതെ, ആരും പേടിക്കൊന്നും വേണ്ട, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, നന്നായിട്ട് പാടൂ, പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ബിനു സാറ് മാത്രമല്ല, ബാക്കിയുള്ള സാറുമാരൊക്കെ അതെ, പിന്നെ ടീച്ചറും അതെ, അനിത ടീച്ചറും അതെ, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. എന്നെ നല്ല പോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ ഇത് മൃദംഗം സാറാണ് കേട്ടോ. അപ്പോൾ സാറും അതെ നമുക്ക് താളത്തിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിനു സാറാണ്. അപ്പോൾ ഇത് ഘടത്തിൻ്റെ സാറാണ് കേട്ടോ, അനിൽ സാറാണിത്. അപ്പോൾ ഇതാണ് അനിൽ സാറ്. അപ്പോൾ നമ്മൾ അത്രയും നമുക്ക് എല്ലാവരുമായിട്ട് ഇപ്പോൾ നല്ല അടുപ്പായിട്ടോ. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനും ഇവർ തന്നെ മതി എന്നാണ്. എനിക്ക് ഇവർ അത്രയും കംഫർട്ടബിളായി. ഇനിയും പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിനൊക്കെ ഇവർ തന്നെ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതാണ് രാധേഷ് സാറ് കേട്ടോ. ഇത് ടീച്ചറുടെ ഹസ്ബൻഡാണ്, അനിത ടീച്ചറുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ രാധേഷ് സാറ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ വെച്ച് ഇനി നമുക്ക് പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളത് അങ്ങനെ പാടിയിട്ടേ അതൊക്കെ മാറുള്ളൂ. അപ്പോൾ ശുഭോപ്പിളും, അതായത് എൻ്റെ ചേച്ചിയാണല്ലോ, അപ്പോൾ ചേച്ചിയും ദക്ഷിണയൊക്കെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ പ്രോഗ്രാം ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നാദസ്വരമാണ് കേട്ടോ, ഇവരുടെ നാദസ്വരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. ഈ നാദസ്വരം പരിപാടി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുക കേട്ടോ ഗൈസ്. भजमानस विघ्नेश्वर मनीषम्
അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. എൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി എൻ്റെ അഞ്ചു ചേച്ചി കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എന്നെ പാടാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ദിസ് ഇസ് ആര്യ താമരപ്ലീസ് വ്ലോഗ്. ബൈ ബൈ.